പ്രൈസ് ദി ലോർഡ്. ഇന്ന് കേട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം, സത്യത്തിൽ ഒരു രണ്ട് പ്രദക്ഷിണമാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്വർഗവാസികളെല്ലാവരും കൂടെ, നിങ്ങൾ പഴയ ലാറ്റിൻ മാസോ ഒക്കെ നോക്കി അറിയാം, പരിശുദ്ധ കുർബാന സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് സ്വർഗവാസികൾ കൊണ്ടുവരുമ്പോൾ ബെല്ലെല്ലാം അടിച്ച് 2 തിരികളെല്ലാം പിടിച്ച് ആ 2 ഡീക്കന്മാർ അച്ഛൻ്റെ കാപ്പകളൊക്കെ പൊക്കിപ്പിടിച്ച് വലിയ ആദരവോടെയാണ് പരിശുദ്ധ കുർബാന കൊണ്ടുവരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗവാസികളെല്ലാവരും വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈശോനെയായിട്ട് ഭൂമിയുടെ കവാടത്തിൽ വന്ന് നിൽക്കുകയാണ്. ഭൂമിയുടെ കവാടത്തിൽ. അപ്പം അന്നേരത്തേക്കും ഭൂവാസികളെല്ലാവരോടും കൂടി അടുത്ത പ്രൊസഷൻ, രണ്ടാമത്തെ പ്രൊസഷൻ, ഭൂവാസികളെല്ലാവരും കൂടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് ഒരുക്കത്തോടെ സന്തോഷത്തോടെ കാത്തിരുന്ന, രക്ഷകന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങത്തോടെ നടന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് പോവുകയാണ്. സ്വർഗവാസികളെല്ലാവരോടും കൂടെ ഭൂമിയുടെ കവാടത്തിൽ വന്ന് നിൽക്കുന്നു. ഭൂവാസികളെല്ലാവരോടും കൂടി സന്തോഷത്തോടെ നടന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിൽ വന്ന് നിൽക്കുകയാണ്. സത്യത്തിൽ സ്വർഗവും ഭൂമിയും കൂടെ മീറ്റ് ചെയ്യുന്ന, ഒന്നാകുന്ന ഒരു സമയമാണത്. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്കറിയാം, ഈശോനെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഈശോനെ നമ്മൾ സ്വീകരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വലിയ സമ്മാനം. അപ്പം നമുക്കറിയാം, കരങ്ങൾ നമ്മൾ പിടിക്കുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ്. വലതുകരം താഴെ വെച്ച് ഇടതുകരം മേളിൽ കുരിശാകൃതിയിലാണ് നമ്മൾ പിടിക്കുന്നത്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ. അപ്പം നമ്മളിങ്ങനെ കരങ്ങൾ കുരിശടയാളത്തിൽ പിടിക്കുമ്പോൾ ഈശോനെ നമ്മൾ ആ കുരിശിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ പരിശുദ്ധ കുർബാന ഈ ക്രൂശിതമായ കരങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രൂശിതനായവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ ആ കരം പിടിക്കുന്നതിന് പോലും വളരെ മീനിങ്ങാണ്. അപ്പം ആ ക്രൂശിതനായവനെ നമ്മൾ സ്വീകരിക്കുന്നു. പിന്നെ നമ്മൾ അവനുമായിട്ട് ഒന്നാകുവാണ്. സത്യത്തിൽ സ്വർഗം നമ്മളിലേക്ക് കടന്നു വന്നു. പിന്നെ നമ്മൾ സത്യത്തിൽ കടലിലേക്ക് ഒരു തുള്ളി ജലം പോയി ചേരുന്നത് പോലെ ഒന്നുമല്ലാത്ത നമ്മൾ സർവശക്തനായ, സർവാധിപനായ, എല്ലാത്തിൻ്റെ ഉടയവനായ ദൈവത്തിലേക്ക് നമ്മളങ്ങോട്ട് ചേരുവാണ്. നമ്മൾ ഒന്നാകുന്ന ആ സമയം, സ്വർഗവുമായിട്ട് ഒന്നാകുന്ന സമയം. നമ്മുടെ പാപങ്ങളോ നമ്മുടെ ശാപങ്ങളോ രോഗങ്ങളോ എല്ലാം അവനിലേക്ക് ഒന്നാകുന്ന, നമ്മൾ രക്ഷ പ്രാപിക്കുന്ന പരിശുദ്ധമായ അവർണ്ണനീയമായ ദാനം ആയ സമയമാണ് ആ നിമിഷം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ എത്രയോ മനോഹരമായ ഒരു പ്രൊസഷനാണ് അത്. നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ജീവിതവും പരിപൂർണമായിട്ടും ആ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ജോൺ 6 പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങൾ, ജോൺ 6 മുഴുവൻ പറഞ്ഞിരിക്കുന്ന, എൻ്റെ ഈ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ആയുസ്സുണ്ട്. എല്ലാ ബ്ലെസ്സിങ്ങും ആ പരിശുദ്ധ കുർബാന നമ്മൾ ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം സ്വീകരിക്കുമ്പോൾ ഈ ഓർമ്മയോടുകൂടി ആ വലിയ സ്വർഗം ഇറങ്ങി വന്ന്, സ്വർഗവാസികൾ ഇറങ്ങി വരികയും ഭൂവാസികൾ ഓടി സന്തോഷത്തോടെ ദൈവത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആ ചൈതന്യത്തോടെ നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാം. ആമേൻ. താങ്ക് യു.